ഹായ് ഫ്രണ്ട്സ്, പ്ലാന്റ്സ് ലവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു ചങ്ങലംപരണ്ട എന്നൊരു ഔഷധ സസ്യത്തെക്കുറിച്ചാണ്. ഇത് മിക്ക വീടുകളിലുമൊക്കെ ഉണ്ടായിരിക്കാം, എല്ലാ അറിയുന്നവരൊക്കെ ഉണ്ടാവും. എങ്കിലും ഞാനിതൊന്ന് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ചെടിയുടെ ചെറിയൊരു തണ്ട് മതി നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടത് ഉണ്ടായി കിട്ടും. നന്നായി കിളിച്ച് വരും. അപ്പോൾ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഈ തണ്ട് ചെറിയ മണ്ട ഇങ്ങനെ ഇറുത്തെടുത്ത് നമുക്കിത് എണ്ണയിൽ വറുത്തിട്ട് ചമ്മന്തി ഉണ്ടാക്കാൻ നല്ലതാണ്. അപ്പോൾ ഈ എല്ലുവേദനയൊക്കെ ഉള്ളവർക്ക് ചമ്മന്തിയായിട്ട് അത് ഉള്ളിൽ കഴുകുകയും ഇതിൻ്റെ തണ്ട് ചതച്ച് പിഴിഞ്ഞ നീരെടുത്ത് എണ്ണ കാച്ചി തൈലമാക്കിയിട്ട് ആ വേദനയുള്ള ഭാഗത്ത് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ആ വേദന മാറിക്കിട്ടും. അതുപോലെ ഈ ചങ്ങലംപരണ്ടയ്ക്ക് സംസ്കൃതത്തിൽ അസ്ഥി സംയോജിത എന്നാണ് പറയുന്നത്. അതിന് കാരണം ഒടിഞ്ഞ എല്ലുകളെ യോജിപ്പിക്കുവാനുള്ളതായിട്ടുള്ള ഒരു പ്രത്യേക കഴിവ് ഈ ചെടിക്കുണ്ട്. അതുകൊണ്ടാണ് ഇതിന് അസ്ഥി സംയോജിത എന്ന പേര് വന്നത്. ആ ചങ്ങലംപരണ്ട എന്ന് പറയാൻ കാരണം ഇത് കണ്ണികൾ പോലെയാണ് ഇതിരിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ ചങ്ങലക്കണ്ണികൾ ഇങ്ങനെ യോജിച്ചിരിക്കുന്നതായിട്ടാണ് ഇതിരിക്കുന്നത്. ഒരു മുട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് ഇല പറിച്ചെടുത്ത് തോരൻ വെക്കാൻ നല്ലതാണ്. ചില ആൾക്കാർക്കെങ്കിലും ഇത് ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അതിൻ്റെ മണ്ട ഇലയെടുത്ത് ചെയ്ത് നോക്കുക. ചിലർക്കേ ഉള്ളൂ ചൊറിച്ചിൽ വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ തണ്ടുകൾ ശേഖരിച്ച് പിന്നെ ഇടികളിൽ വെച്ചിട്ട് ഇടിച്ച് അതിൻ്റെ സത്ത് പിഴിഞ്ഞെടുക്കണം. അപ്പം അങ്ങനെ എടുത്ത് ഇത് ഒന്നാന്തരമായിട്ട് എണ്ണ ഉണ്ടാക്കാൻ സാധിക്കും. എണ്ണ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ പച്ചക്കർപ്പൂരം കൂടി ചേർക്കുന്നത് നന്നായിരിക്കും. അപ്പം ഞാൻ നിങ്ങളെ ഇതൊന്ന് കാണിച്ചു തരാം, എങ്ങനെയാണ് ഇതിൻ്റെ എണ്ണ ഉണ്ടാക്കുന്നതെന്ന് കുറച്ച് ചെറിയ രീതിയിലൊരു സാമ്പിളായിട്ട് കാണിക്കാം. അപ്പോൾ തണ്ട് ഇതേപോലെ ഇറുത്തെടുക്കുക. ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് ഇത് ചതച്ച് ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കണം. എല്ലാവരും ഇത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെടി നട്ടുപിടിപ്പിക്കണം കേട്ടോ. നമ്മുടെ നഴ്സറികളിലൊക്കെ മിക്കവാറും ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എണ്ണ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇതിൻ്റെ അരിഞ്ഞെടുത്ത ഈ തണ്ടുകൾ ഇടികളിലിട്ട് നന്നായി ഇടിച്ച് പിഴിയണം. ഇടിച്ച് നീരെടുക്കണം. നമുക്കിത് ഇടിച്ചെടുക്കാം. നന്നായിട്ട് ഇടിക്കുമ്പം തന്നെ നന്നായിട്ട് ചതഞ്ഞിഞ്ഞ് വരും. അതിനൊരു ചെറിയ നീരൊക്കെ ഉണ്ട്. മണ്ട തണ്ടിൻ്റെ ആ ഭാഗം എടുക്കുകയാണെന്നുണ്ടെങ്കിലുണ്ട് മണ്ട ഭാഗം നന്നായിട്ട് നീര് കിട്ടും. അപ്പോൾ അങ്ങനെ ഇത് ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണയായിരിക്കും ഒന്നും കൂടി നല്ലത്. അപ്പം അങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് ഈ നീര് അതിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് പച്ചക്കർപ്പൂരം കൂടി പൊടിച്ചിട്ട് കാച്ചി അരിച്ചെടുക്കാം. അപ്പോൾ മുട്ടുവേദനയുള്ളവർക്ക്, നട്ടെല്ല് വേദനയുള്ളവർക്ക്, ജോയിൻറ്റ് പെയിൻസ് ഒക്കെ ഉണ്ടല്ലോ, ജോയിൻറ്റുകൾക്ക് വേദന അനുഭവപ്പെടുന്നവർക്ക് ഒക്കെ ഇതൊരു നല്ലൊരു അത്ഭുതകരമായിട്ടുള്ളൊരു മരുന്ന് തന്നെയാണ്. അപ്പോൾ ഇത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഉണ്ടെന്ന് എണ്ണ എടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെറിയൊരു സാമ്പിൾ കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.